നമ്മൾക്ക് മാത്രമല്ല ഗൈസ് ഇവരും പൊരുതല്ലാണ് കുണി കുണി വരുന്ന ഷേപ്പ് കണ്ടില്ലേ, നല്ല രസമുണ്ട് കാണാട്ടോ, നല്ല അടിപൊളിയാണ്. അങ്ങനെ എല്ലാവർക്കും ഹാപ്പി മെട്രോളിക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ബാംഗ്ലൂരിലെ ബനാർഘട്ട എന്ന നാഷണൽ പാർക്കിലേക്കാണ്. നമ്മൾ സാധാരണ നോർമലി നടന്ന് പോയിട്ട് നമ്മൾ ചെറിയ സൂലൊക്കെ പോകുമ്പോൾ നടന്ന് പോയി നമ്മൾ ഗ്രില്ലിൻ്റെ ഉള്ളിൽ കിടക്കണ മൃഗങ്ങളാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നമ്മൾ ഡയറക്റ്റ് പോയിട്ട് അവരുടെ ആവാസ സ്ഥലത്ത് പോയിട്ട് നമ്മൾ കാണാനാണ് പോകുന്നത്. നമുക്ക് അടുത്ത കാഴ്ച പോയി കണ്ടാലോ. ഇത് ശ്രദ്ധിച്ച് നമ്മൾ നോക്കിയിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അതിർവരമ്പുകളില്ല ഇവിടെ കടലിൻ്റെ ഉള്ളിൽ. അവർക്ക് അവരുടെ ഇഷ്ടത്തിന് വസ്ത്രങ്ങളായിട്ട് ഇങ്ങനെ കിടന്ന് ഇറങ്ങി നടക്കുക. അപ്പം നമ്മളാണ് സൂക്ഷിച്ച് നോക്കേണ്ടത്. മയിലിലൊക്കെ ഞാൻ സൂക്ഷിച്ച് നോക്കിയിട്ടാണ് ഞാൻ കണ്ടത് കേട്ടോ. ഇത് നമ്മുടെ ബാഹുബലിയിലത്തെ ആളാന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഗൈസ് നോക്ക് ഗൈസ്, നമുക്ക് നിറച്ച് മാനുകളാണ് കേട്ടോ. ഈ ഏരിയ നിറച്ച് മാനുകളാണെന്നാണ് പറഞ്ഞു കേട്ടത്. ആ ഏത് സൈഡിലാണ് കുന്നുകൂടി നിൽക്കണമെന്ന് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവർക്ക് ആർമാദിച്ച് നടക്കാനുള്ള ഏരിയ ഉണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. വെള്ളത്തിന് വെള്ളം, മരത്തിന് മരം, ഓടി നടക്കാൻ കാട്, അവർക്ക് ഇഷ്ടമുള്ള തിരാനുള്ള സാധനങ്ങൾ അത് വേറെ. പിന്നെ മനുഷ്യന്മാരുടെ ശല്യങ്ങളും വളരെ കുറവാണ്. നമ്മൾ ഈ വാഹനത്തിൽ പോകുന്നതുകൊണ്ട് അവർക്ക് വലിയ മൈൻഡേഷനൊന്നുമില്ല. അവർക്ക് അതൊരു ശീലമായല്ലോ. അതുകൊണ്ട് അവർ വലിയ VIPs പോലെയാണ് അതിരിക്കുന്നത്. ഒരു കൂട്ടങ്ങളൊക്കെ മാനിൽ ഒരുമിച്ചിരിക്കുന്നുണ്ട്. ചില മാനുകൾ മാത്രം അങ്ങനെ ഒറ്റവാസികളായിട്ട് നടക്കുന്നുണ്ട്. അതെന്താണെന്ന് അറിയില്ല കേട്ടോ. നല്ല റോഡൊക്കെയാണ്. ചില ഏരിയകൾ എത്തുക മാത്രം അങ്ങനെ ഏതാണ്ട് ഇങ്ങനെ കളവണ്ടിയിൽ പോണ പോലെയാണ് കേട്ടോ. അതേ രീതിയിൽ മാനുകൾ കണ്ട ഇങ്ങനെ ഓരോ ഏരിയയിൽ ഇങ്ങനെ കുന്നുകൂടിയിരിക്കും മാനുകൾ നോർമലി. എന്താ സംഭവം അറിയില്ല. പിന്നെ ഇവിടെ പോലീസും ചേട്ടന്മാരൊന്നും അധികം വരാത്തത് കൊണ്ട് ഇവർക്ക് സേഫാണ്. ചില സ്ഥലത്ത് ഇങ്ങനെ മൃഗങ്ങൾ ഇറങ്ങി നടക്കുന്ന സ്ഥലത്തും ഒരു സ്ലോവിൽ പോയിട്ട്, അല്ലാത്ത സ്ഥലത്ത് ഇങ്ങനെ മിന്നിച്ച് പോകും. അപ്പോൾ അവർക്ക് ഏതാണ്ട് സ്ഥലത്തിൻ്റെ ഏരിയയിൽ ഒരു ബൗണ്ടറി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അല്ലാണ്ട് ഇപ്പോൾ ഞങ്ങളിങ്ങനെ ഇവരില്ലാത്ത ഏരിയ നോക്കിയിട്ട് നല്ല സ്പീഡിലാണ് പെടച്ച് പോകും. പിന്നത്തെ ഭാഗം വരുമ്പോൾ സ്ലോവിൽ പോകും. അടുത്ത ഗേറ്റ് വന്നു കേട്ടോ. ഏതാണ്ട് നമ്മൾ ഓരോ നാടുകൾ കിടക്കുമ്പോൾ ഗേറ്റ് പോലെയാണ് ഓരോ വ്യക്തികളുടെ അടുത്തേക്ക് പോകുമ്പോൾ. ഇനി അടുത്ത ആളാരൊന്നും നമുക്ക് അറിഞ്ഞൂടാ. നമുക്ക് പോയി കാണാം. ഹായ്, ഇതാരത്? അയ്യോ, രണ്ടാൾ നിൽക്കുന്നുണ്ട്. ഇവർക്ക് വേറെ സ്വന്തമായിട്ട് വാസസ്ഥലം പോലെ ഇല്ലേ. ഇവരൊക്കെയാണ് VIPകൾ. കാക്കാലക്കൂട്ടത്തിൽ കല്ലിട്ട പോലെയാണ് കേട്ടോ ഈ വണ്ടിയുടെ ഉള്ളിലത്തെ ബഹളങ്ങൾ. കാരണം മഴവില്ലിൻ്റെ വർണ്ണങ്ങളുടെ കളറുകളുടെ പോലെയാണ് ഈ വാഹനത്തിലുള്ള ഭാഷകളുടെ വ്യത്യാസം. ഓരോ നാട്ടിൽ നിന്ന് വന്നിട്ട് പലതരം ഭാഷകളാണ് കേൾക്കുന്നത്. എന്നാൽ നമുക്കൊരു സുഖം, നമ്മുടെ ഭാഷ, അവരുടെ നാട്ടിലെ ഭാഷ അവർ സംസാരിക്കും. നമുക്കൊരു പൊട്ടും മനസ്സിലാവുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. ഇവരൊക്കെ കാണുമ്പോഴാണ് ഒരു സന്തോഷം തോന്നുന്നത്, എൻജോയ് ചെയ്യുന്നത്. നമ്മൾ പറയുന്നതൊക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. കാരണം മലയാളികൾ എവിടെ പോയാലുണ്ടാവും. അപ്പോൾ നമ്മുടെ ഭാഷ അവർക്ക് കർശനമായിട്ട് അറിയാം, നമുക്കാണ് അറിയാത്തത്. ഇതാ നോക്ക്, പൊരിഞ്ഞ തല്ല് നടക്കാൻ കേട്ടോ. ആംഗിളും പെങ്ങളാവാനാണ് കൂടുതലും സാധ്യത. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ബസ്സിലാണെങ്കിൽ ഭയങ്കര തിക്കും തിരക്കാണ് കേട്ടോ. എവിടെ കൊണ്ട് ഈ ആൾക്കാർ നമ്മളങ്ങനെ പിടിക്കുന്നുള്ള ചിന്തയിലാണ് തോന്നുന്നുണ്ട്. ഞങ്ങളും മോശക്കാരൊന്നുമല്ല. അവരൊപ്പം തന്നെ ഞങ്ങളും കിടന്ന് കലവരെ കൂടുന്നത്. ഇത് നോക്ക് അതെന്ത് നിങ്ങൾ തന്നെ നോക്കിയിട്ട് പോയത് ആംഗിളും പെങ്ങളഞ്ഞില്ല അല്ലേ? അതെ, ആംഗിളും പെങ്ങളഞ്ഞാണ്. അതിൻ്റെ ഇത്ര അലമ്പ് ഉറപ്പാണ്. കണ്ടില്ലേ? ആ വലുതായി നിൽക്കണം വലിയ വീട്ടിലുള്ളതാണ് ആംഗള, മറ്റതാണ് പെങ്ങൾ. വെറുതെ ഇരിക്കില്ല, ആംഗളമാരൊന്ന് ചോദിച്ചിട്ട് പോകും. അതാണ് നോർമലി സ്വഭാവം. അതെന്നെ സംഭവം അല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇവരൊക്കെ വലുതായി കഴിഞ്ഞാൽ വലിയ VIP ഉള്ള പോലെ തല്ലോടുള്ളൂ. കുത്തിക്കൊല്ലുക, വലിച്ചെറിയുക, ചടയ്ക്കുക. ചെറുതായതൊക്കെ ഒരു മാന്യമാനൊക്കെ നടക്കുന്നത്, തല്ലോട്ടൊക്കെ ചെറുത്. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല രസമുണ്ട്. ജനങ്ങളുടെ ഇടയിൽ വന്ന് ഇങ്ങനെ അടിയുണ്ടാക്കുമ്പോഴാണ് നമുക്ക് ചെറിയ വിഷമമൊക്കെ, പേടി. ഇങ്ങനെ കാണാൻ എന്ത് രസമല്ലേ? കൊള്ളാം. ഇവിടെ തല്ലോട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ. വീണ്ടും ധ്യാനമുണ്ടാക്കാൻ പോകണം വേണ്ട. കൊതുകിന് വലിയ ക്രിമികടീന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് ഇപ്പോൾ ഇത് അല്ലേ? എന്നാൽ നമുക്ക് കാണാൻ ഒരു എൻജോയ്മെൻ്റ് ആയിട്ടാണ്. ഇവരൊക്കെ ഇങ്ങനെ ഒരു കുട്ടിക്കെത്തുമ്പോൾ പോലെ ഇങ്ങനെ കാണിക്കാൻ കാണുമ്പോൾ നല്ല രസമാണ് നമുക്കൊക്കെ. ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ കാണുന്ന രസം. ഒരു വലുതാകുമ്പോഴാണ് പേടിയുള്ളൂ. ആനകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. വേറെ മൃഗങ്ങളെ വേറെ എന്തെങ്കിലുമൊക്കെ ഇവർ ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാൽ ഈ ആനകളൊക്കെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ആനയ്ക്ക്. വിചാരിച്ച പോലെ നല്ലവർ അവരങ്ങനെ മണ്ടന്മാരൊക്കെ ആയിട്ട് ഒതുങ്ങി നിൽക്കും. പക്ഷേ ഈ കുട്ടികളെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ മറ്റൊരു ഇങ്ങനെ റൗണ്ട് ചെയ്ത് നിൽക്കും.
ഗജപ്പൊക്കിലോട് പോലെ വേറെ വൈബാണത്. ഇതിനൊന്നും നോക്കണ്ട. അത്യാവശ്യം ഇപ്പോൾ 2-3 കുളങ്ങൾ പോലത്തെ കാണുന്നുണ്ട് കേട്ടോ. കാരണം അത് നല്ലതാണ്. എന്തായാലും മൃഗങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് കൂടുതലും. ഓരോ ഗേറ്റുകൾ ഞാൻ കവർ ചെയ്യുമ്പോൾ ഇനി അടുത്ത് ആര് എന്നുള്ള ആകാംക്ഷയാണ് കേട്ടോ നമുക്കുള്ളത്. ഇനി ആരെയാണ് കാണാൻ പോകുന്നുള്ള ആകാംക്ഷയാണ് ശരിക്കും. കാണാനുണ്ട് ഗേസ്, കരടി ആയിട്ടിരിക്കണേ. കരടി കണ്ട ആളെന്താ ചെയ്യണമെന്ന് അറിയില്ല. ആളോട് വെറുതെ ഇരിക്കുകയാണ് കേട്ടോ. കണ്ട ഇവർ മുള നന്നായി കഴിക്കും. അതുകൊണ്ടാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഈ ഭാഗത്ത് മുളയാണ് കാണുന്നത്. ശ്രദ്ധിച്ചത് ഇതെന്തത് ഉറങ്ങണേ. ആൾക്ക് ആര് വന്നാലും പ്രശ്നമില്ല. ഞാൻ സ്വസ്ഥമായി കിടക്കട്ടെ എന്നാണ് ധാരണ. എന്താ അല്ലേ എൻ്റെ അടുത്ത് കൂടി നമ്മൾ പോകണത്. ഇതാ അവിടെ ഒരാൾ ദൂരെ നോക്കും സിനിമാറ്റിക് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കലാപരമായിട്ട് ഇവരൊക്കെ ഭയങ്കര റിച്ചിലായിരിക്കുമല്ലോ. കണ്ടോ കളിക്കാണ്. ഈ കരടികൾ ഇങ്ങനെ മൊത്തം ഇങ്ങനെ ആടി നിൽക്കുന്നത് ഇവർ സൂത്രശാലികൾ. കാരണം എന്താ വെച്ചാൽ കണ്ണിന് വെച്ചാൽ കാഴ്ചശക്തി കുറവാണ്. അപ്പോൾ മറ്റുള്ള ദൂരം ശത്രുക്കളുടെ വരുന്നുണ്ടോ അല്ലെങ്കിൽ തേന്മണം കിട്ടാനും അതുപോലെ അവർക്ക് മൈൻഡിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഇങ്ങനെ ആടി നിൽക്കും. പക്ഷെ നമുക്കിതൊരു കൗതുകമാണ്, കാണുന്നത് രസമാണ്. വഴികളും വേറെ വണ്ടികളൊക്കെ അതിലൊക്കെ പോകണം കാണുന്നുണ്ട്. അതേ വേറെ ഗേറ്റ് വന്നേക്കണോ. ഇതിൽ സെക്യൂരിറ്റി സിസ്റ്റം കൂടുതലാണ്. അപ്പോൾ വേണമെങ്കിൽ മെയിൻ ചേട്ടപ്പുര അടുത്തേക്ക് ആയിരിക്കും പോകുന്നതെന്ന് തോന്നുന്നു. നമുക്ക് അറിഞ്ഞുകൂടാട്ടോ. പോയി കാണാൻ നമുക്ക് എന്താ കഴിച്ചെന്നുള്ളത്. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ശരിക്കും ജുറാസി പാർക്കിൻ്റെ ഒരു ഇതാണ് കേട്ടോ ഓർമ്മ വരുന്നത്. സിനിമയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അവിടേക്ക് എടുക്കണം വലിയ വലിയ ഗേറ്റുകൾ, മൃഗത്തിന് അന്തരീക്ഷം ചുറ്റുപാടൊക്കെയാണ് ഓർമ്മ വരുന്നത്. അത്രയും സെക്യൂരിറ്റി സിസ്റ്റൊക്കെ ഇവിടെ കാണുന്ന കണ്ടില്ലേ. അപ്പോൾ മെയിനായിട്ടുള്ള ആൾക്കാരുടെ അടുത്തേക്ക് ഞാൻ ആയിരിക്കണം പോകുന്നത്. എൻ്റെ അമ്മോ എത്തി മക്കളെ മെയിൻ ആൾക്കാരുടെ അടുത്തൊക്കെ എത്തിയിട്ടാണ്. കണ്ട ഇവന്മാരെ നോക്കിയിട്ടാണ് ശരിക്കും നമ്മൾ എത്ര ദൂരം വരുന്നുണ്ടെങ്കിൽ ഇവരെ കണ്ടാൽ അതൊരു സെറ്റ് ആവുള്ളൂ. സത്യത്തിൽ എന്താണ് സംഭവം? വല പോലെ അപ്പുറത്ത് കെട്ടിയതിൻ്റെ മെഷ് കണ്ടു. പക്ഷേ ഇവന്മാർ ഇപ്പുറത്താണ് കിടക്കുന്നത്. എന്താണ് സംഭവം എനിക്കറിയില്ല കേട്ടോ. വലിയ അറിയുന്നവരുണ്ടെങ്കിൽ പറഞ്ഞാൽ എൻ്റെ അപ്പുറത്ത് വല്ലവരും ഉണ്ടാണാവോ?
ഒരു കൂസലില്ലാണ്ട് വേറെ കണ്ട നമ്മുടെ അങ്ങനെ ഗ്രില്ലില്ലെങ്കിൽ ഇവന്മാരെ നമ്മളെ ചിക്കൻ ഫ്രൈ ആക്കും. അയ്യോ അടുത്ത ആൾ വരുന്ന കേസ് കണ്ട് ഇവന്മാർ എത്ര ഉണ്ടപ്പോൾ പറ്റത്തിലൂടെ അല്ലേ ദൈവമേ. നല്ല സ്പീഡിലാണ് പോകണ്ട ചേട്ടൻ. അങ്ങനെ കേസ് അങ്ങനെ നമ്മൾ 3/4 മണിക്കൂർ സമയം നമ്മൾ വാഹനത്തിൽ തന്നെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. 6 കിലോമീറ്ററാണ് ശരിക്കും ഈ ഒരു ഏരിയ മൊത്തം കണക്കാക്കണത്. പിന്നെ നമ്മൾ ഇതുവരെ സിംഹച്ചേട്ടനെ കണ്ടിട്ടില്ല. കുറേ ഗേറ്റുകളൊക്കെ വീണ്ടും വീണ്ടും കടന്നു പോകുന്നുണ്ട്. അവന്മാർ ഇച്ചിരി ഡേഞ്ചറസ് ആയതുകൊണ്ടായിരിക്കണം വലിയ ആഘാതത്തിൽ അവർ കൊണ്ട് നിർത്തിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ അതങ്ങനെ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും വരുമ്പോൾ ചൊവ്വാഴ്ച സമയങ്ങൾ നിങ്ങൾ എത്തരുത്. ഇവിടെ മുടക്കായിരിക്കും. 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യട്ടോ. വാനിൽ വരാനായിട്ട് ഒരാൾക്ക് 210 രൂപയാണ്. പിന്നെ ജീപ്പ് ഉണ്ട്, വലിയ ബസ്സുണ്ട്. ഞാൻ റേറ്റ് ചോദിച്ചില്ല, നോക്കിയല്ലോ, സോറി ഗൈസ്. അപ്പോൾ നിങ്ങൾ വിളിച്ചിട്ട് പൈസ കയ്യിൽ കരുതി നിങ്ങൾ പൊക്കോളോട്ടോ. എന്നുവെച്ചാൽ സംഭവം അടിപൊളിക്ക് എടുക്കുക ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവരുടെ ആ സ്ഥലത്തേക്ക് ചെന്നിട്ടാണ് നമ്മൾ ഈ കാണുന്നത് ഇവരെ. അല്ലാതെ നമ്മളിവർ കൂട് കെട്ടിയിട്ട് വളർത്തുക അങ്ങനത്തെ കേസൊന്നുമല്ല. ഇവർക്ക് ഇവരുടെ സ്വതന്ത്രത്തിൽ ജീവിക്കുകയാണ് ഈ ഒരു കാട് പോലെ പ്രദേശത്തിൽ. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എനിക്ക് ഫീൽ ചെയ്യണം. അടിപൊളി സംഭവം കേട്ടോ. നിങ്ങളെല്ലാവരും വരണം. അടിപൊളിയാണ്. ഞാനും ആലോചിച്ചു എന്തുവന്മാരെ കാണിക്കുന്നത് ഇവന്മാർ കാണാണ്ട് കാട് കണ്ടുപോയിട്ട് എന്താണ് കാര്യം. ഇവരെല്ലാം ഹൈലൈറ്റ് മെയിൻ ആൾക്കാർ. വെറുതെ ഇരിക്കുക, സിമ്പിളായിട്ടിരിക്കുന്നത്. ഇവന്മാർ ആരും മുതലെന്നുള്ളത് ഇവർക്ക് അറിയുന്നതാണാവും. ഏതാ റേഞ്ചില് കാട്ടിലെ രാജക്കന്മാരല്ലേ. അടിപൊളി വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ ഇത്രയധികം ദൂരം നമ്മൾ ട്രാവൽ ചെയ്തിട്ട് ഇത്ര സമയം ഇരുന്നിട്ട് ഒരു കച്ചറകൾ പോലും നമ്മളിതിൽ കണ്ടിട്ടില്ല. ഇതാണ് ഏറ്റവും സൂപ്പർ. അടിപൊളി വൃത്തിയും എടുപ്പിൽ ഒരു ശ്രദ്ധിക്കണം കണ്ടോ. മെയിൻ ആൾ കിടക്കണ ആൾക്ക് ഒരു കൂസലില്ലാണ്ട്. ഇവർക്ക് എന്തൊരു റിച്ച് ആൾക്കാരല്ലേ. സ്വന്തമായ വീട്, സ്വന്തമായ കാട്, ഈ കണ്ട ജനങ്ങൾ മുഴുവൻ കാണാൻ വരാം. ഇവരുടെ ലെവൽ തന്നെ വേറെയാണ്. എന്താല്ലേ അവരിന്ന് വരുന്നു ശരിക്കേ.